കഴിഞ്ഞ വീഡിയോയിൽ സെൽഫിഷ്നെസ് ഒക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നേ. സെൽഫിഷ്നെസ് അത്ര മോശമൊന്നും അല്ലടോ. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സെൽഫിഷ് ആയി കഴിയുമ്പോൾ നമ്മൾക്ക് ഈശ്വര ഞാൻ ഒരുപാട് സെൽഫിഷ് ആവുകയാണോ എന്ന്, അത് സെൽഫിഷ്നെസ് ഒന്നും അല്ല. അത് ജസ്റ്റ് സെൽഫ് വർത്ത്. യു ആർ ജസ്റ്റ് ഡൂയിങ് പ്രയോറിറ്റൈസിങ് യുവർ സെൽഫ് ഓവർ അതേഴ്സ്, അത്രേ ഉള്ളൂ. എന്തായാലും അതവിടെ നിൽക്കട്ടെ കേട്ടോ. ഇതാണ് വിനിയർഡ് ക്വാർട്ടർ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് സൺഡേ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ ആഴ്ചയിൽ എല്ലാ ദിവസവും നൈറ്റ് മാർക്കറ്റ് ഉണ്ടാവാറുണ്ട്. പൊതുവേ ഒരു എല്ലാവിധ കൺട്രീസിലും ഒരു 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി കടകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ദുബായ് ആൻഡ് ഇന്ത്യ വെച്ച് കഴിഞ്ഞാൽ ദുബായ് കൾച്ചറാണല്ലോ കുറേ ഇന്ത്യയിൽ അഡാപ്റ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പം അവിടെയൊന്നും 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഈ നൈറ്റ് മാർക്കറ്റിലാണ് ഓരോ ദിവസം, അതായത് മൺഡേ ടു സൺഡേ ഉണ്ട്. പക്ഷെ ഓരോന്നും ഓരോ സ്ഥലത്തായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് വിനിയർഡ് ക്വാർട്ടറിൽ സൺഡേ ആണുള്ളത്. അതാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ള. ബാക്കിയെല്ലാം കാറിൽ പോകേണ്ട ദൂരമുണ്ട്. കാറില്ലാത്തത് കൊണ്ട് തന്നെ നടക്കാനുള്ള ദൂരത്തിലായിരിക്കും നമ്മൾ. യെസ്, ഒബ്വിയസ്ലി ദാരിദ്ര്യം. എന്താണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ വിക്ടോറിയ പാർക്ക് പോയില്ലേ, അവിടെ നിന്ന് തൊട്ടടുത്ത് നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. ഞങ്ങളിവിടെ സ്ഥിരം വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ജോഗ്രഫിയിലോ ഹിസ്റ്ററിയിലോ ഒക്കെ പഠിച്ചിട്ടുണ്ട് പണ്ട്. ഗാലൻസ് എന്ന് പറയുന്ന സാധനം, അതായത് നമ്മളെ അരിയൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നൊരു സ്ഥലമില്ലേ, അതുപോലെ പണ്ടുള്ളവർ ഇവിടുത്തെ മാവോറിയൻസ്, അത് ഇവിടുത്തെ ഇൻഡിജിനസ് പീപ്പിളിനെ വിളിക്കുന്ന പേരാണ് മാവോറിയൻസ്. അപ്പോൾ മാവോറിയൻസ് ഉണ്ടായിരുന്നപ്പോൾ അവരുടെ ഇതിന് വേണ്ടിയിട്ട്, അതായത് അവർ ഫുഡൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എന്താണെങ്കിലും എനിക്കിങ്ങനെ നടന്ന് വന്നപ്പോഴേക്കും ഞാൻ ഈ കടയിൽ നിന്ന് മുന്നേ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഫ്രൈഡ് ചിക്കനും ഒരു സംഭവമുണ്ട്. ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ട് വരാം, ഒരു മിനിറ്റ്. ചിക്കൻ കട്ട്ലറ്റ് സ്റ്റേക്ക് and spicy fried chicken, yeah. അപ്പോൾ എനിക്ക് വിശന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കൂടെ ആയിട്ടൊന്ന് മേടിച്ചായിരുന്നു. ഇവിടുത്തെ രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് തന്നെ ഫുള്ളി ഒരു പ്രത്യേകതയാണെന്ന് അറിയത്തില്ല. മോഡേണൈസേഷനും ഉണ്ട്, എന്നാൽ കൾച്ചറലൈസേഷനും ഉണ്ട്. രണ്ടും ഇവർ കാത്തു സൂക്ഷിക്കാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇവരുടെ കുറേ കൾച്ചേഴ്സ് ഉണ്ട്. അതായത് ഒരു മുഖത്തൊക്കെ ടാറ്റു ഒട്ടിക്കുന്നവരിതൊക്കെ ഉണ്ട്. അതെല്ലാം ഇവർ മുഖം ഫുള്ള് ടാറ്റു ചെയ്യും. അത് ഇവരെ ആണെന്ന് തിരിച്ചറിയാനും ഇവരുടെ എന്തെങ്കിലും കൾച്ചറായിരിക്കും കേട്ടോ. അപ്പോൾ അതും കീപ്പ് ചെയ്യും. എന്നാൽ ഇവരെല്ലാം, നിങ്ങൾ ഹക്ക ഡാൻസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അതൊക്കെ ഇവരുടെ കൾച്ചറുടെ ഭാഗമാണ്. ഒരു ചെറിയൊരു MP ഉണ്ടായിരുന്നു പുള്ളിക്കാരി ചെയ്തത്. സോ അതെല്ലാം വെട്ടിപ്പിഴിഞ്ഞൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒന്നും പറയാനില്ല. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ്. ആകാശമൊക്കെ ഇങ്ങനെ പടം വരച്ച് എഴുതി വെച്ചതുപോലെ ഇരിക്കും കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ്. എന്താണേലും ഞങ്ങൾ ഇവിടെ നിന്ന് ബ്രിട്ടോമാട്ട എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. വിനിയർഡ് ക്വാർട്ടേഴ്സ് ആണ്. എല്ലാം അടുത്തടുത്താണ് കേട്ടോ. ഇങ്ങനെ നടക്കാനുള്ള ദൂരമൊക്കെ ഉള്ളൂന്നേ. അപ്പോൾ ശരി, എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും വരുന്നത്. സീ യു.